ഒരു അഡ്വഞ്ചർ ത്രില്ലർ സസ്പെൻസ് സീരീസാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഫ്രം എന്ന സീരീസ് വർത്ത് വാച്ച് ആയിരിക്കും. സീരീസിന്റെ തുടക്കത്തിൽ ഒരു ഗ്രാമത്തിലൂടെ മണിമൊഴിക്ക് നടക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണുന്നത്. ഇത് കേൾക്കുന്ന ഗ്രാമവാസികളെല്ലാം തങ്ങൾ ചെയ്യുന്ന ജോലികൾ നിർത്തിവെച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് കയറി കഥ കിടക്കുന്നു. എല്ലാവരുടെയും കഥകിന് മുമ്പിലായി ഒരു വിചിത്ര കൊത്തുപണികളുള്ള കല്ല് തൂക്കിയിട്ടതായി കാണാം. സീരീസിന്റെ തുടക്കത്തിൽ കാണിച്ച കോട്ടിട്ട മണിമൊഴിക്ക് നടക്കുന്ന വ്യക്തിയാണ് ബോയ്ഡ്. അയാൾ ആ ഗ്രാമത്തിന്റെ ഷെരീഫാണ്. സൂര്യൻ അസ്തമിക്കാറായി, എല്ലാവരും വീടിനുള്ളിലേക്ക് കയറൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ബോയ്ഡ് ധൃതിയിൽ നടക്കുന്നു. അയാൾ നടക്കുന്നതിന് ചുറ്റുമായി പലതരം വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നമുക്ക് കാണാം. പോസ്റ്റ് ഓഫീസ് എന്ന് ബോർഡ് വെച്ച ഒരു സ്ഥാപനത്തിലേക്ക് ബോയ്ഡ് കയറി പോകുന്നു. അതിനു മുൻപിലായി നൈറ്റ് വിത്തൗട്ട് ഇൻസിഡന്റ് 96 എന്ന് എഴുതി ഒരു ബോർഡും കാണാം. ഒന്നും സംഭവിക്കാത്ത 96 രാത്രികൾ എന്ന് എന്തിനായിരിക്കും അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക? രാത്രികളെ ആ ഗ്രാമവാസികൾ എന്തിനു ഭയക്കണം? പിന്നീട് നമ്മൾ കാണുന്നത് വീട്ടിലെ വാതിലുകളും ജനലുകളുമെല്ലാം അടച്ചെന്ന് പരിശോധിക്കുന്ന ഒരു സ്ത്രീയെയാണ്. എന്നാൽ അവളുടെ മകൾ എന്തോ ശബ്ദം കേട്ട് കർട്ടൻ മാറ്റുന്നു. പുറത്ത് ഒരു വൃത്തിയായ സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീ ആ പെൺകുട്ടിയുടെ മുത്തശ്ശിയാണെന്ന് പറയുന്നു. തനിക്ക് തീരെ വയ്യെന്നും തന്നെ അകത്തേക്ക് കയറ്റാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കണ്ട കുട്ടിയുടെ അമ്മ അത് മുത്തശ്ശിയല്ലെന്ന് വിളിച്ചു പറയുന്നതിന് മുമ്പ് ആ പെൺകുട്ടി ജനൽ തുറക്കുന്നു. അതോടെ വെളിയിൽ നിന്ന് കണ്ട മുത്തശ്ശി ഒരു പിശാചായി മാറുന്നു. പിന്നെ നിലവിളികൾ മാത്രമാണ് ആ വീട്ടിൽ നിന്നും ഉയർന്നത്. പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഒരു കുടുംബം സഞ്ചരിക്കുന്ന RV ആണ്. അതിൽ ഇതേൻ എന്ന ആൺകുട്ടിക്ക് അവന്റെ ചേച്ചി ജൂലി കഥ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അവനത് ഇഷ്ടപ്പെടുന്നില്ല. ഹൈവേയിൽ നിന്നും മാറി കാടിന് നടുവിലൂടെയുള്ള ഒരു ഒറ്റപ്പെട്ട വഴിയിലൂടെ അവരുടെ വാൻ നീങ്ങുന്നു. റോഡിലേക്ക് വീണ് കിടക്കുന്ന വലിയ മരം കണ്ട് അവർ വാഹനം നിർത്തുന്നു. അങ്ങനെ അവർ തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ എവിടെയോ വെച്ച് വഴിതെറ്റി അവർ ആ ഒറ്റപ്പെട്ട ഗ്രാമത്തിലേക്ക് എത്തുന്നു. ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം അടക്കം ചെയ്യുന്ന തിരക്കിലായിരുന്നു ഗ്രാമവാസികൾ. ഹൈവേയിലേക്ക് കയറാൻ വഴി തിരക്കിയപ്പോൾ ബോയ്ഡ് നേരെ പോയാൽ മതിയെന്ന് പറയുന്നു. എന്നാൽ എത്ര ദൂരം പോയിട്ടും അവർ തിരിച്ച് അതേ ഗ്രാമത്തിൽ തന്നെ എത്തുന്നു, ഒരു ലൂപ്പ് പോലെ. എന്നാൽ അപ്രതീക്ഷിതമായി സ്പീഡിൽ വന്ന കാറിടിച്ച് അവരുടെ RV കാട്ടിലേക്ക് മറിയുന്നു. സന്ധ്യയായി തുടങ്ങിയതിനാൽ ബോയ്ഡ് വണ്ടിയിലുള്ളവരെ അന്വേഷിച്ചിറങ്ങുന്നു. മറിഞ്ഞിടുന്ന RVയിലേക്ക് നോക്കുമ്പോൾ ഈതേന്റെ കാലിന് പരിക്കേറ്റതായി കണ്ടെത്തുന്നു. സമയം കുറവായതിനാൽ ഈതേന്റെ അമ്മയെയും ചേച്ചിയെയും ഗ്രാമത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അച്ഛൻ അവരോടൊപ്പം നിൽക്കുന്നു. ബോയ്ഡ് വണ്ടിയുടെ വാതിലടിച്ച് ജനലുകൾ പേപ്പർ കൊണ്ട് മറക്കുന്നു. ഒപ്പം ആ രക്ഷക്കല്ല് കൂടി തൂക്കുന്നു. ഇതൊന്നും മനസ്സിലാകാത്ത ഈതന്റെ അച്ഛനോട് ബോയ്ഡ് ഈ ഗ്രാമത്തിന്റെ കഥ പറയുന്നു. മനുഷ്യന്റെ രൂപമുള്ള രാത്രിയിൽ മനുഷ്യനെ തന്നെ വേട്ടയാടുന്ന ആ പിശാചുകൾ ആരാണ്? എങ്ങനെ ആ ഗ്രാമം ഉണ്ടായി? ഇതെല്ലാം അറിയാൻ ഫ്രം സീരീസ് കാണുക.